തുണിയെ പിടിച്ചു ചൂട് കയറിയാലേ കൈ അകത്താകുള്ളായിരിക്കും അല്ലേ? അകത്താണ് ഇച്ചിരി കയറായിരിക്കും. ചെറു തണുത്ത് കഴിയുമ്പോൾ ആയിക്കോളും. നല്ല തണുത്ത് കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇങ്ങോട്ടാണ് കയറിയത്.
ആശ്രയിക്കുകയും ചെയ്യുന്നു. നിലവാന്തരം പ്രതീക്ഷിയാൻ ദുരിതാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ നിന്നെ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനാട്. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ പ്രതനായുസം. കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദേവി-ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്നിരിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിരവധിയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ നേതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമതര പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമതര പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഉന്നത നൃപനാം മിശിഹാനാഥാമൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ കാത്തു തന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ നിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. അവൻ കരുണയുള്ളവനാകുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവിതായികവുമായ ശബ്ദത്താൽ ആശ്രയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഗ്നീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിരദാസനെ വിളിക്കുകയും നിരവരതുഭാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനെയും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിരദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഹങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആകുവാനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആയില്ല. വേണ്ടല്ലോ.
സാധാരണ ഇവിടെ പ്രധാന പ്രാർത്ഥന സമയത്ത് നമുക്ക് അവിടെ നിൽക്കണം. അതുവരെ ഇവിടെ നോക്കില്ല, മൈക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് നോക്കാം. വീടല്ലേ കേട്ടോ. മാറില്ല മാറില്ലേ? മാറില്ലേ മാറില്ലേ. ആ മാറില്ലേ. മാറില്ലേ. പോലെ 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 ആ
കൂടെ നിന്നവരേ പങ്കുവാടും പോലവേ ഞാനും പോകുന്നു ഞാനേ വളർത്തിയ വിട ചൊല്ലുന്നു മറക്കില്ല എന്റെ ഭാഗത്തു പോരെങ്കിൽ എല്ലാവർക്കും എന്നെയോർത്തിനിക്കേടല്ലേ മന്നത്തെ പ്രത്യാശ ഓർത്തുകൊള്ളുക നാളെ കൂടെ പോരേണ്ടോരാളാണ് ജീവനുമാണ് എന്നെ തേടി രക്ഷിക്കപ്പെട്ടോർക്കുള്ള കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിച്ചുണരുന്നു? നീ എന്തിനു വെറുതെപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.
ഓക്കെ. സ്നേഹിക്കപ്പെടുന്നവരെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് പോയിരിക്കുന്നത് വള്ളിക്കാപ്പിൽ രാജേട്ടൻ്റെ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുവാനാണല്ലോ. വേർപാടിൽ ദുഃഖത്തിലായി കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് ചരിത്രപ്പള്ളിയുടെയും അച്ഛന്മാരുടെയും ഭാഗത്തു നിന്നുള്ള അനുശോചനം അറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, രാജേട്ടൻ വഴി നമ്മുടെ ഇടവയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ നിമിഷം നന്ദി പറയാം. അതിലൊരു നന്ദി സൂചകമായി നമ്മുടെ വാർഡിന്റെ പ്രതിനിധി ചാക്കോച്ചേട്ടൻ റീത്ത് സമർപ്പിക്കുന്നു ഈ സമയം.
അനുഭവിക്കുന്ന ഭാവികളും സങ്കേതമായ ദൈവമേ, നിങ്ങളുടെ പാപമരണത്തിനായി തന്നെ ആശ്രയിക്കണമേ. ഈ ജനപദങ്ങളെ ചെയ്യണമേ. സുഹൃത്തുക്കളുടെയും പരിപ്രസിന്റെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിലുള്ള പാപമരണത്തിനായി സംരക്ഷയെ ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും അന്വയിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തി മഹത്വം ഞങ്ങൾ ആരാധിക്കുകയും കാര്യത്തെ പുകഴ്ത്തുകയും അഭിനയമായ ദുർഘടന നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നന്ദി ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാശനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരിക്കുന്നവരെ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വഴിയിലെ ഇഷ്ടം പോലെ അനുഭവിക്കുന്നു. എന്ന് വലിയ അനുഗ്രഹമുണ്ടായിരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അയാൾ സന്താനം ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവ് ഇന്ന് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോന് ക്ഷേമം കൂട്ടുന്നു. അത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെയും ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സൃഷ്ടിക്കുകയും നീതിയാർന്നത് ചെയ്താക്കുകയും ദയാദിക്കാതെ ഉയർത്തുകയും ജനകർത്താവെയും നിങ്ങൾ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, പകലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദപ്പെടുവാനിടുവാൻ ദാസന് വരവിന്നരുളേണം. കർത്താവെല്ലാവരും അസ്തുർഹനമാകുന്നു. ആദിപിതാവാമത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണിക്കുന്നു. മർത്യന ശരണം നീയല്ലോ. ലോകം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിയാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുദാനം ദൃഢമായ എന്നിൽ വിശ്വാസം. നിശ്ചയിക്കും മനുഷ്യനു ഞാൻ അന്തിമ ദിവസമയം. നീതിമാജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നേടും. മർത്തിനമർത്തിയ പുണരുന്നു. ക്ഷമയുള്ളവനക്ഷേനാകും. മർത്തിദേവം സകലേശൻ നിരരാം നൂതനമാക്കുന്നു. തുടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ വിശിഖാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽക്കുന്നു നിരന്നീരം. ആനന്ദത്തിൻ മണിയറയിൽ
സ്ഥിരമായി വാഴും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നു. വിശ്വത്തിന്റെ നിരാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമേ. ആദിമുതലേ മഹിമയുടന്തിമറിക്കുവാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നല്ലവരു വലം കാവേ. നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമാം പരിവേഷം. സഹോദരരെ, പൗലോസ് തെസ്സലോനിക്കയിലെ സഭയുടെ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളെ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പരിമിതിക്ക് ധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കണ്ടിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അനുകൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തനുമായി പുറത്തു വരും. ദിവികാരണീശ്വരരെ സ്നേഹം നിറഞ്ഞ വികാരിയച്ച, സ്നേഹമുള്ള പ്രിൻസസ്, മരണം വഴി നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന സ്നേഹമുള്ള രാജച്ചായൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹമുള്ളവരെ, വേർപാടിൻ്റെ നൊമ്പരവും പ്രതീക്ഷയുമെല്ലാം ഈ നിമിഷം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. വിളിച്ച തമ്പുരാൻ്റെയോട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേദനിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ നമുക്ക് ആശ്വസിപ്പിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റി. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കിരീടവിനെ അണിയിക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണ സംതൃപ്തിയോടെയാണ് നമ്മുടെ സ്നേഹം നിറഞ്ഞ രാജസ്ഥായൻ നമ്മിൽ നിന്നും കടന്നു പോകുന്നത്. ദൈവം തന്നെ ഏൽപ്പിച്ച മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തി അവരെ ജീവിതത്തിന്റെ വിവിധ അന്തസ്തുകളിലേക്ക് കൈപിടിച്ചുയർത്തി അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നല്ലൊരു ഭർത്താവായി, നല്ലൊരു അയൽക്കാരനായി, നല്ലൊരു സുഹൃത്തായി, നല്ലൊരു മകനായി, ഒരു കർഷകനായി യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക കാണിച്ചു തന്നിട്ടാണ് സ്നേഹമുള്ള രാജസായൻ നമ്മിൽ നിന്നും തന്നെ വിളിച്ചവന്റെ പക്കലേക്ക് ഇന്ന് തിരിച്ചു പോകുന്നത്. മരണം ഇന്ന് നമുക്ക് വേദനയുടെ ഓർമ്മകളാണ്, നിമിഷങ്ങളാണ് നൽകുന്നത്. രാജസ്ഥാൻ ഈ നിമിഷം നമ്മളോട് രണ്ട് കാര്യങ്ങളാണ് തൻ്റെ യാത്രയിൽ നമ്മളോട് സംസാരിക്കുന്നത്. മരണം എന്ന കവാടത്തിലൂടെ നിത്യതയിലേക്ക് കിടക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. രാജസ്ഥാൻ നമ്മളോട് പറയുകയാണ്, മരണം എന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് നോക്കിക്കാണാം. ആ കണ്ണാടിയിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഖം എങ്ങനെയാണ് തെളിഞ്ഞു നിൽക്കുന്നത്? സന്തോഷത്തോടെയാണോ അതോ സങ്കടത്തോടെയാണോ? സന്തോഷത്തോടെയാണെങ്കിൽ ഇനിയും കുറച്ചുകൂടെ എത്രമാത്രം തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്രമാത്രം സന്തോഷത്തോടെ നമ്മൾ ഇനിയും വളരണം, ഇനിയും മുന്നേറണമെന്ന് രാജാൻ നമ്മളോട് ചോദിക്കുകയാണ്. ഒപ്പം സങ്കടത്തോടെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്?
എന്തൊക്കെ തിരുത്തലാണ് നമ്മൾ നടത്തേണ്ടത്. തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ രാജശായം കടന്നു പോയതുപോലെ നിത്യതയിലേക്കുള്ള യാത്രയിലേക്ക് നമ്മൾ എപ്രകാരം കടന്നു പോകണം, എന്തൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കണമെന്ന് രാജശായം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വേറൊരു കാര്യം രാജശായം ഓർമ്മപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ രാജശായം പറയുന്നത്, സ്വർഗത്തിലിരുന്ന് ഈശോയുടെ സന്നിധിയിൽ ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കാൻ ഇന്ന് ഞാൻ എന്നോട് ഇവിടെ നിന്ന് യാത്ര പറയുകയാണെന്നാണ്. കത്തോലിക്ക സഭയുടെ മതബോധനത്തിലും ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി യാത്ര പറയുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് രാജശായം ഇന്ന് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകൾക്കും എല്ലാ കുറവുകൾക്കും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനോട് നമുക്ക് പറയാം, ഈശോയെ രാജശായനെ നിന്റെ വലതു ഭാഗത്ത് നിർത്തണമേ എന്ന്. കുടുംബാംഗങ്ങളെ എല്ലാവിധ അനുശോചനങ്ങളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് കാർശുശ്രൂഷ പ്രാർത്ഥിക്കുകയുള്ളൂ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളെ ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, ഒരു ദിവസത്തെ നിന്റെ മഹത്വത്തിന്റെ പ്രക്രിയ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തയും വിശുദ്ധമായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ വിശുദ്ധമായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഉത്തമം മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാർവത്രികവുമായ സഭയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാജനത്തിലേക്കും ശരീരത്തിന്റെ ഉയർപ്പ് നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണകളെ നിയമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭൂമിയിലും ജനത്തിനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിലും പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളുക മർത്യാനി കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക
ചെയ്യുക നീ അരസത കൂടാതെ. മത്യാനീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീളുന്നു, തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ, പാപമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ കൃത്യതയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാന്തത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിക്കുമാറാകട്ടെ. ഈശ്വരത്തിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ സമയം അന്തിമോപചാരം അർപ്പിക്കുന്ന സമയമാണല്ലോ. പരമാവധി എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് അന്തിമോപചാരം പള്ളിക്കകത്ത് മാസ്കുകൾ ധരിച്ചു തന്നെ നൽകുക. സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വതഭാഗ്യം നരനരുളീരാൻ കഴിവില്ലാത്തോർ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അനയത്തെ ഞാൻ അന്തിയാൽ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ വക്കരത്തെ രാത്രിപ്പതിനായി പരിഭാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമറിവാൻ ആക്കണമേ. ഞാൻ വിലപിക്കുന്നു ആഡംബരവും ൗര്യമെല്ലാം ഞാൻ കാണുന്നതാൻ വിശ്രമമാകും പോകുന്നു പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയത്തെ ഞാൻ അന്തിമയാത്ര. എന്നീ
എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പരിപാവനമാ ദൈവിക ഭവനം നേരം സ്നേഹാദ്രതയാ പ്രിയജനമേ അനുദിന മലിവോ കൂട്ടണമെന്നേ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഈശോ മൃതരാം കിടക്കും ജീവനും ശരണവും അരുളീല. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ മൃതരുടനെഴുന്നേൽക്കും.
കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാദനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയുന്ന ക്ലേശം പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദിമുതലേക്കും ഈശോനാഥ മരണമുയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടി നമുക്ക് പ്രയോഗിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ പ്രസാദം ചെയ്യാതെ ദൈവദൈവന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെയും നല്ല സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശ്വാസത്തോടെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദേവിയാളുടെ പേരെഴുതുകയും എന്നെ പുറകെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ഭാഗമായി എന്നോട് ഞാൻ യാത്ര പറയുന്നു. മാമോദീസ വഴിയെ വിസ്മരിക്കുകയും ക്രിസ്തു കുർബാനയിലെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളായ ആത്മാവിൽ പ്രവാഹനം ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നാം പോകുന്നതെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ലഭിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സുവിശേഷത്തിൻ തിരുസന്ദേശം ശരിയായി
തിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സോപ്പാ കൊണ്ട് നീ എന്നെ തെളിക്കുക, ഞാൻ നിർമ്മലനാകും. പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം തന്നെ നയിക്കുവാൻ സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കെടുക്കുക, ഞാൻ മണ്ണിനേക്കാൾ വെട്ടിയുള്ളവരാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം തന്നെ നയിക്കുവാൻ സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്ണയുള്ളവരാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം തന്നെ നയിക്കുവാൻ സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്ണയുള്ളവരാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം തന്നെ നയിക്കുവാൻ സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്ണയുള്ളവരാകും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്തിമ വിചാരം അർപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ശരീരത്തിന്റെ ഇരുവശങ്ങളിലൂടെ ആളുകൾ പതുക്കെ മുന്നോട്ട് വരിക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ, നല്ല വറുത്തു വരം പാകേ. ആകാശം ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃഗനായുസ്സും. പാപങ്ങൾ
അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരും നിൽ ചേർക്കണമേ. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായുടനാഥാതിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ പിടിക്കല്ലേ. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ആമേനാമേനുദ്ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഭാവിനിക്ക് വെറുതെ കൊടുത്ത് അവിടെ വിശദീകരിച്ചു കർത്താവ്, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോട് കൂടെ സ്വർഗ്ഗത്തിൽ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിലെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങൾ ആരാധിക്കാൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിജയമാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിടു കേൾക്കും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, എന്റെ സന്നദ്ധയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവനായ ജീവന്റെ മരണത്തിലെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ ദയാപൂർവ്വം പരിപാലിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർത്തും മദനീയമായ നിത്യജീവനം നൽകിയ സ്വർഗരാജ്യമാകുന്ന ഒരു സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും
ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ